തലസ്ഥാനത്ത് വീണ്ടും ഗുണ്ടാ ആക്രമണം. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. വയോധികനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് അക്രമി സംഘത്തെ പ്രകോപിപ്പിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്താണ് സംഭവം? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 6 മണിയോടെയായിരുന്നു സംഭവം. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേക്കരി കല്ലുവിളയിൽ വെച്ചായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ബൈക്കിലെത്തിയ സംഘം ഒരു വയോധികനെ അവിടെ ഈ സംഘം അസഭ്യം വിളിച്ചു. അത് കേട്ട് സമീപത്തുള്ള വീട്ടുകാർ എന്തിനാണ് അദ്ദേഹത്തെ അസഭ്യം വിളിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ സംഘത്തെ ചോദ്യം ചെയ്തു. അങ്ങനെ ഈ യുവാക്കൾ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് ഇവർ ഒരു സംഘമായി, ഒരു 10ഓളം പേർ വരുന്ന സംഘമായി തിരിച്ചെത്തുകയും അതിനുശേഷം ഈ ചോദ്യം ചെയ്തവരെ, ഈ വയോധികനെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തവരെ ഉൾപ്പെടെ മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു. മാരകായുധങ്ങൾ ഉൾപ്പെടെ എത്തിയാണ് ഇവർ ഇത്തരത്തിൽ അക്രമം അഴിച്ചു വിട്ടത് എന്നുള്ളതാണ് ഇവരുടെ പരാതി. ജോണി എന്ന 51-കാരന് തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റു. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അനുജനായ ജോബിയെയും മർദ്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല പിടിച്ചു മാറ്റാനെത്തിയ 3 പേരെയും ഈ അക്രമി സംഘം മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. നിലവിൽ 5 പേരും തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിൻകര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഈ കേസ് അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഉന്മേഷ്, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് വീണ്ടും ഗുണ്ടാക്രമണം ഉണ്ടായിരിക്കുന്നത്.